ചിന്തിക്കുന്നത് ഫാസ്റ്റ് ആകുമ്പോൾ റിയാക്ഷനും ഫാസ്റ്റ് ആയിട്ടായിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കാണുകയാണ് ഇൻസ്റ്റഗ്രാമിൽ, നമ്മൾ വളരെ വേഗത്തിലാണ് ഓരോ കാര്യങ്ങളും സ്ക്രോൾ ചെയ്ത് പോകുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു 10 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കമന്റ് അടിക്കും, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളൊരു കമന്റ് അടിക്കും, നമ്മൾ പുച്ഛിക്കും, എന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ കമന്റുകൾ ടെക്സ്റ്റ് ചെയ്ത് ഇടും. അതെന്തിനാ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ദേഷ്യം, വൈരാഗ്യം, ആളുകളുള്ള പുച്ഛം, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന തെറി, ഇതൊക്കെ നമ്മൾ അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് അവിടെ ഇടും. ശരിക്കും പറഞ്ഞാൽ ഒരു 1 മിനിറ്റ് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി അതായിരിക്കില്ല. പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത്, ഇതിലേക്ക് നമ്മൾ എത്തുന്നതൊക്കെ ഈ റീലുകൾ സ്പീഡിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളപ്പം നമ്മുടെ റിയൽ ലൈഫിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇത് ചെയ്യാൻ തുടങ്ങും. അപ്പം ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ക്ഷമയില്ലാതെ ഒരു 10 സെക്കൻഡിൽ എന്താണെന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മൾ അവരോട് മോശമായിട്ട് സംസാരിക്കുക, എന്താണോ വായിൽ ആദ്യം വരുന്നത് അത് പറയുക. അങ്ങനെ പല ആളുകളും മാറുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഇത് റിലേഷൻഷിപ്പിനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്നത് കുറച്ചിട്ട് ഒന്ന് ഇരുന്ന് സമാധാനമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും റിയാക്ട് ചെയ്യാനും നമ്മൾ ശീലിക്കണം. അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആക്കും.